ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി സോയ ഫ്രൈ റെഡിയാക്കി എടുത്താലോ. അതിനായി 1 കപ്പ് സോയ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് തിളപ്പിച്ച് മാറ്റി വെക്കാം. മസാല ഞാൻ കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത്. നമുക്ക് കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള നന്നായി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നന്നായി മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് മസാലപ്പൊടികളെല്ലാം ഓരോന്നായി ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒരു തക്കാളി നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വെള്ളം ഊറ്റി വെച്ചിരിക്കുന്ന സോയ കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഈസി ആയിട്ടുള്ള സോയ ചങ്ക് ഫ്രൈ റെഡിയായി. ഇനി നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് ഉപ്പ് വല്ലതും കുറവുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിച്ചപ്പും കറിവേപ്പിലയും ചേർത്ത് ഗാർണിഷ് ചെയ്യാം.